ഹായ് സുഹൃത്തുക്കളെ, ഇത് ഞാനും എൻ്റെ റൂംമേറ്റ്സും എല്ലാവരും കൂടെ ചേർന്നിട്ട് ഡെസേർട്ട് സഫാരിക്ക് പോകുന്ന കാഴ്ചകളാണ് കേട്ടോ. ദുബായ് ഡെസേർട്ട് ക്യാമ്പ് ഏരിയയിലുള്ള ഒരു ക്യാമ്പിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ഓൺലൈൻ വഴിയാണ് ബുക്ക് ചെയ്തത്. എൻ്റെ സുഹൃത്ത് തന്നെയാണ് ബുക്ക് ചെയ്തത്. ഒരാൾക്ക് 25 ദിറംസാണ് ആയത് പെർ ഹെഡ്. കാരണം ഞങ്ങൾ അവരുടെ പിക്കപ്പ് പോയിന്റിൽ ഞങ്ങളുടെ സ്വന്തം വണ്ടിയിലാണ് ചെന്നത്. അത് കാരണമാണ് 25 ദിറംസ് വെച്ചായത്. അതല്ലെങ്കിൽ അതിൻ്റെ പിക്കപ്പ് ചാർജും കൂടെ അവർ ഈടാക്കുന്നതാണ്. നമ്മളവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസിനകത്ത് പങ്കെടുക്കാനൊക്കെ നമുക്ക് ഈ ബൈക്ക് റൈഡ്, ക്യാമൽ റൈഡ്, ഹോഴ്സ് റൈഡ്, അങ്ങനെ പല ആക്ടിവിറ്റീസ് നമുക്കവിടെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ക്യാമൽ റൈഡിനൊക്കെ ആണെങ്കിൽ അവർ അവിടെ നമ്മുടെ ഈ പാക്കേജിനകത്ത് ക്യാമൽ റൈഡ് ഇൻക്ലൂഡാണ്. പക്ഷേ ചെറിയൊരു ഏരിയ മാത്രമേ ഉള്ളൂ. അതെല്ലാം നമുക്ക് കുറച്ചുകൂടെ വലുതായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ 30 ദിറംസാണ് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ ബാർഗൈൻ ചെയ്തപ്പോഴത്തേക്ക് അവിടെ അവർ ഒരാൾക്ക് 15 ദിറംസ് വെച്ച് അവർ ഇത് ചെയ്ത് തന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ക്യാമ്പിനകത്തേക്ക് കയറി. ക്യാമ്പിനകം കുറച്ച് അത്യാവശ്യം വിശാലമായിട്ടുള്ളൊരു ക്യാമ്പ് തന്നെ ആയിരുന്നു. ഞങ്ങൾ വളരെ നേരത്തെയാണ് അവിടെ എത്തിയത്. കാരണം അവർ 3 മണിക്ക് അവിടെ എത്തണമെന്ന് പറഞ്ഞ കാരണം ഞങ്ങൾ ആ ടൈമിൽ തന്നെ അവിടെ എത്തിയിരുന്നു. അങ്ങനെ അവരുടെ ആ വണ്ടി കയറി ഒരു ഡെസേർട്ട് സഫാരി, ഡെസേർട്ട് ഡ്രൈവ് ഒരു ഏകദേശം ഒരു 10 മിനിറ്റ് മാക്സിമം ഉണ്ടായിരുന്നുള്ളൂ. കാരണം നമ്മൾ കൊടുത്ത പൈസയ്ക്കുള്ള ആ റൈഡ് മാത്രമേ അവർ ചെയ്തു തരത്തുള്ളൂ. അതെല്ലാം നമ്മൾ വലിയൊരു എമൗണ്ട് കൊടുക്കുകയാണെങ്കിൽ ആ എമൗണ്ടിനുള്ള റൈഡും കാര്യങ്ങളൊക്കെ ചെയ്തു തരും. പിന്നെ ഇതിൽ ഫുഡ് ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ നമ്മൾ അവിടെ മറ്റുള്ള ഐറ്റംസ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ പൈസ കൊടുത്ത് തന്നെ വാങ്ങണം. ഷീഷയും എക്സ്ട്രാ പേ ചെയ്യണം. ഷീഷ 8 മണിക്ക് അവിടെ ഒരു കോമൺ ഏരിയ ഉണ്ട്, അവിടെ പോയിരുന്ന് വലിക്കാം. പക്ഷേ അത് എല്ലാവരും കൂടെ ചേർന്നിരുന്ന് വലിക്കണം. അതിലും നല്ലത് സെപ്പറേറ്റ് മേടിക്കുന്നതാണ്. പിന്നെ അകത്ത് ലിക്കറായാലും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളും ഉണ്ട്. പക്ഷേ അതിനൊക്കെ എക്സ്ട്രാ പേ ചെയ്യണം. അതൊന്നും നമ്മുടെ ഈ പാക്കേജിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടില്ല. പിന്നെ ഇതിനകത്ത് വരുന്ന അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ നിന്നിട്ട് അത് കഴിഞ്ഞ ശേഷം നമ്മൾ ആ മണൽപ്പരപ്പിൽ കുറച്ച് ആക്ടിവിറ്റീസിനായിട്ട് പോയി. അതായത് സ്കേറ്റിംഗ് ബോർഡ് വെച്ചിട്ടുള്ള ഇറക്കമൊക്കെ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ നടന്ന് ഒരു ചെറിയ കുന്നുപോലുള്ള സ്ഥലത്ത് കയറി. എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ കുറച്ച് നേരം നിന്ന് ആ ഒരു കാഴ്ചകളൊക്കെ നല്ല രസമായിരുന്നു. സൺസെറ്റൊക്കെ അവിടെ നിന്ന് കാണാനായിട്ട്. ഇതിനിടയ്ക്ക് എൻ്റെ കൂടെ വന്ന ഫ്രണ്ട്സ് ഇത് കണക്കുള്ള കലാപരിപാടികളിലൊക്കെ ഏർപ്പെടുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ അതൊക്കെ നോക്കി അവിടെ ഇങ്ങനെ നിന്ന് ഷൂട്ടൊക്കെ ചെയ്തുകൊണ്ട് നിന്നു. അങ്ങനെ 6 മണിയായപ്പോഴത്തേക്ക് ചായയും സ്നാക്സും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഞങ്ങൾ പിന്നെ അതൊക്കെ സ്വന്തമായിട്ട് നമ്മൾ തന്നെ എടുത്ത് കുടിക്കണം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വേറൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു VIP ഏരിയ ഉണ്ട്, നോർമൽ കോമൺ ഏരിയ ഉണ്ട്. അതായത് നമ്മുടെ വരുന്നത് നോർമലായിട്ടാണ് ഈ കാണുന്ന ഏരിയയിൽ. അത് ചെറിയൊരു കസേര പോലെ ഇട്ടിട്ട് അവിടെയുണ്ട്. അതിനപ്പുറത്ത് ക്വിഷൻ ഇട്ടിട്ടുള്ളൊരു ഏരിയ ഉണ്ട്. അപ്പോൾ ആ ഏരിയയിലേക്ക് ഈ കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ 50 ദിറംസ് പേ ചെയ്യണം. 50 ദിറംസ് പേ ചെയ്ത് നമുക്ക് അവിടെ ഇരിക്കാം. പെർ ഹെഡാണ് കേട്ടോ 50 ദിറംസ്. നമ്മൾ 50 ദിറംസിന് അവിടെ പേ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇരിക്കാം. അപ്പോൾ അവർ നമുക്ക് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ അവർ തന്നെ സെർവ് ചെയ്യും. പക്ഷേ ഫുഡ് നമ്മൾ പോയി എടുക്കണം. ഫുഡ് ബഫേ സിസ്റ്റമാണ്. അപ്പോൾ അവിടെ 6 മണി തൊട്ട് ഫുഡും സ്റ്റാർട്ടാവും. പക്ഷേ നമ്മൾ കോമൺ ഏരിയയിൽ വരുമ്പോൾ കോമൺ ഏരിയയിൽ നമ്മൾ ഫുഡ് സ്വന്തമായിട്ട് എടുത്ത് കഴിക്കണം. അത് ഒറ്റത്തവണ ഉണ്ടാവുള്ളൂ. 8 മണിക്ക് ശേഷമാണ് അവിടെ വരുന്നത്. ഇത് കോമൺ ഏരിയയിലേക്കുള്ള സ്നാക്സാണ് അവർ തരുന്നത്. 6 മണിക്ക് തരുന്നതാണിത് ചായയുടെ കൂടെ കഴിക്കാനായിട്ട്. പിന്നെ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഡാൻസ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമ്മുടെ കലാപരിപാടികളൊക്കെ അവിടെ സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഒരുപാട് പേര് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പല പല പരിപാടികളുണ്ടായിരുന്നു. വലിയ ഡാൻസ് ആയാലും ഫയർ ഡാൻസ് അങ്ങനെയൊക്കെയുള്ള പല പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് വരൂ.
അങ്ങനെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവർ അനൗൺസ് ചെയ്തു ഫുഡ് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങളവിടെ പോയി ഫുഡൊക്കെ നോക്കി. വലിയ ഗുണമൊന്നും ഉണ്ടായിരുന്നില്ല, വലിയ ഹൈപ്പിലൊന്നും പറയാനൊന്നുമില്ല. ഒരു ഇടത്തരം ഫുഡ് മാത്രമായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്തു കഴിച്ചു. ബൊഫയാണ്, നമ്മൾ സ്വന്തമായിട്ട് തന്നെ എടുക്കണം. അങ്ങനെ അതൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ട് വീണ്ടും ഇരിക്കുമ്പോഴത്തേക്ക് വീണ്ടും അടുത്ത കലാപരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ നേരം ആ ഒരു പരിപാടിയൊക്കെ കണ്ടുകൊണ്ട് അവിടെ ഇരുന്നു ഫുഡൊക്കെ കഴിച്ചിട്ട്. അങ്ങനെ വീണ്ടും ഒരു വലിയ ഡാൻസോടെ അവർ നടത്തിയിട്ട് നമ്മുടെ പരിപാടി അവർ അവസാനിച്ചതായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ തന്നെ ഞങ്ങളുടെ ഡ്രൈവർ വന്നിട്ട് വിളിച്ചു പോകാമെന്ന് പറഞ്ഞിട്ട്, കാരണം തിരക്കാവുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും പുറത്തിറങ്ങി. നമ്മുടെ വണ്ടി അപ്പോൾ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ വണ്ടിയിൽ കയറി. ഒരുപാട് ആൾക്കാരുണ്ട്, ഏകദേശം ഒരു 100-300ഓളം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഈ പരിപാടി കാണാനായിട്ട്. പിന്നെ ഞങ്ങളുടെ വണ്ടി വന്ന് ഞങ്ങളെ വീണ്ടും ചെറിയൊരു റൈഡ് പോലൊക്കെ പോയി. ആ രാത്രിയിൽ രസമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മുടെ വണ്ടി കിടക്കുന്നിടത്ത്. അപ്പോൾ ഇതുപോലുള്ളൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കീപ്പ് വാച്ചിങ്. താങ്ക് യു.